ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചമുളകിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു അച്ചാറാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നീളനെയുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പച്ചമുളക് 3 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ജീരകമാണ് 1 അര സ്പൂണ് ചേർത്ത് കൊടുക്കണം. ഇനി വലിയ ജീരകം 1 അര സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരും. അതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആ കടായിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. ആ കടായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പച്ചമുളകിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളറ് മാറി വരും. അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ നല്ലെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എരിവൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതാ പച്ചമുളകിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഒരു വൈറ്റ് ആയിട്ട് വരും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു വലിയ പീസ് ഇഞ്ചി നീളനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊന്ന് മാറി വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു പച്ചമുളകിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല കമൻ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം. അപ്പോൾ അതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ആയത് കാരണം എരിവുണ്ടാവും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ അത് നല്ലൊരു കളറും കിട്ടും അച്ചാറിന്. പിന്നെ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചമുളകിന്റെ അച്ചാറാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഒരു 3 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാറിന് നല്ലൊരു പുളിപ്പും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അധികം എരിവൊന്നും ഈ അച്ചാറിനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.